കേൾക്കാൻ സുഖമുള്ളതും അനുഭവിക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാത്തിരിപ്പ്. അതറിയണമെങ്കിൽ ഒരു പ്രവാസിയുടെ ഭാര്യ തന്നെ ആവണം. യെസ്, കാത്തിരിപ്പിനൊടുവിൽ ഞാൻ എന്റെ ഇക്കാനെ കാണാൻ പോവാണ്. ശബ്ദത്തിന് എന്തോ ഒരു മാറ്റുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആ സംഭവം ഒന്നുമില്ല കേട്ടാ, ക്ലൈമറ്റ് ചേഞ്ച് ആയതിന്റെയാണ് കേട്ടാ. പിന്നെ എന്റെ മോൻ ഇത്ര ഓടിച്ചാടി പോകുന്ന കാണുമ്പോൾ തന്നെ അവൻ എത്രത്തോളം ഹാപ്പി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ലേ. ഒരു ദിവസം ഉപ്പ അങ്ങോട്ട് മാറി നിന്നതിനാൽ ഉപ്പാനെ കാണാൻ പോകുമ്പോൾ സന്തോഷം അവൻ എപ്പോ ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടാ. പിന്നെ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ന്യൂസ് കേട്ടോണ്ട് ശ്രദ്ധിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മനസ്സിനൊരു വേവലാതി ആവലാതി ഒന്നും ഇല്ലാതില്ലാട്ടാ. അങ്ങനെ കൊച്ചിന്ന് നമ്മൾ പോവാണ്. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാരെയും പോലെ ഫുഡ് വെയിറ്റ് ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാനേ ഇരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കുറങ്ങി എണീക്കുമ്പോ ഇതാ നമ്മൾ ദുബായിൽ എത്തിയിട്ടുണ്ട്. ആ കാണുന്നത് ബുർജ് ഖലീഫയാണ് കേട്ടോ. അങ്ങനെ സേഫ് ആയിട്ട് ഞാൻ ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ടാ. എനിക്ക് 5 മണിക്കൂർ ലേവർ ഉണ്ടായതുകൊണ്ട് മോർണിംഗ് കൊണ്ട് കട്ട പോസ്റ്റ് തന്നെ. അങ്ങനെ ഫോണിൽ ചാർജിനും തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ 5 മണിക്കൂറിന് ശേഷം വീണ്ടും നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാണ്. 2.5 മണിക്കൂർ പിന്നെയും നമ്മൾ പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ദുബായിന്ന് ടേക്ക് ഓഫ് ചെയ്തത് മുതൽ ഈ ഒരു മാപ്പ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. ആ നോക്കിയിരുന്ന് ബോറടിക്കുന്ന സമയത്തിനുള്ളിൽ ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സ് ഒക്കെ കിട്ടിയോണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ട്. ആദ്യം ഒരു സേഫ്റ്റി വീഡിയോസ് കാണുന്നതിന്റെ ഇടയ്ക്ക് വീണ്ടും നമുക്ക് ചോക്ലേറ്റ്സും നട്ട്സും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ ഇടയിൽ ഒരു കോഫിയും കൂടി ഞാൻ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ പാലറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇനി ലാൻഡ് ചെയ്യാൻ 20 മിനിറ്റ് ഇല്ലു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ട്. അങ്ങനെ ഫൈനലി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇക്കാനെ കണ്ടിട്ടുണ്ട്, ഓനോന്റെ ഉപ്പാനെ കണ്ടിട്ടുണ്ട്. കണ്ടതിന് ശേഷം പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. വേറെത്തേക്കുമല്ല, അൽ റൊമാൻസിയയിലെ ഫുഡ് ഭയങ്കരാന്നെന്ന് പറഞ്ഞ് ഇക്കാനെ കൂട്ടിക്കൊണ്ടിട്ട് ആ സംഭവം പറഞ്ഞതുപോലെ തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. 2 റൈസാണ് നമ്മൾ എടുത്തിട്ട്. നമ്മൾ 3 പേർക്ക് എന്തിനാ ഇത്ര റൈസ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ സംഭവം ഒരു രക്ഷയില്ല മക്കളെ. ആ 2 നമ്മൾ കാലിയാക്കിയിട്ടുണ്ട്. പിന്നെ വന്നതിന്റെ സന്തോഷത്തിൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുനാഫയും ഇക്കാനക്ക് വാങ്ങി തന്നെ. ഫൈനലി ഞാൻ എന്റെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി റിയാദിലെ വീഡിയോസ് ഒക്കെ കാണാം. ബൈ ഫ്രം ഫുഡി ഗേൾ 2.0.